ഇപ്പൊ ഇന്ത്യയിൽ ഇരട്ട നീതിയാണല്ലോ നടക്കുന്നത്. മുസ്ലിങ്ങൾക്കൊരു നിയമം, മറ്റുള്ളവർക്ക് വേറെ നിയമമാണല്ലോ. അത് നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഉടനെ തന്നെ പോലീസ് സ്വമേധയാ കേസെടുത്തെന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തും. അതേസമയം സംഘികൾ ബോംബുണ്ടാക്കി പൊട്ടിച്ചാൽ വരെ ഒരാൾ തിരിഞ്ഞു നോക്കുക പോലില്ല, മാനസിക രോഗിയാക്കിയിട്ട് അവിടെ വെറുതെ വിടും. അപ്പോൾ അങ്ങനത്തെ വലിയ ഒരു ഇരട്ടത്താപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് കണ്ട് തന്നെ ഈ സുരേഷ് ഗോപി ഒരു മതത്തിനെ തന്നെ, ഒരു മതസമൂഹത്തിനെ തന്നെ അവഹേളിച്ചു. അതായത് ഈ വഖഫ് എന്ന് പറയുന്നത് കിരാത നിയമമാണെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇസ്ലാം മതത്തിനെ തന്നെ അവഹേളിച്ചു. ഒരു കേസും ആരും കൊടുത്തതുമില്ല, എടുത്തതുമില്ല. അതായത് മുസ്ലിം സംഘടനകൾ ആരൊക്കെ പോയി കൊടുത്തു, പക്ഷെ കേസ് കൊടുക്കുമ്പോൾ അത് കേസ് എടുക്കണ്ടേ, പോലീസുകാർ കേസ് എടുക്കുന്നത് പോലില്ല. അത് സുരേഷ് ഗോപി ആയത് കാരണം. അതേസമയം നേരെ തിരിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നേരെ സെക്കൻഡുകൾ വെച്ചിട്ട് കേസ് പോലീസ് സ്വമേധയാ എടുത്തിട്ടുണ്ടാവും. ഈ ഒരു വാർത്തയിൽ പറയുന്നത് മാധ്യമപ്രവർത്തകനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല, ഒരു കേസുണ്ടാവില്ല. എന്തിനാണ് ഭീഷണിപ്പെടുത്തിയത്? വഖഫ് പരാമർശത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചതിന്, അതായത് ഈ വഖഫ് എന്ന് പറയുന്നത് കിരാത നിയമമാണെന്ന് പറഞ്ഞല്ലോ, അത് ചോദിച്ചതിനാണ് മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടാണ് പത്രക്കാരനെ ഭീഷണിപ്പെടുത്തുന്നത്. ഒരു പ്രശ്നമില്ല, പത്രക്കാരൻ പുറത്തു പറഞ്ഞു എന്നല്ലാതെ ഒരു കേസ് എന്ന് പറയുന്ന സംഗതി ഇതിലും ഇല്ല. അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിനെ അവഹേളിച്ചതിനും ഇല്ല. അതാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ ഈ വാർത്ത ഒന്ന് കണ്ടു നോക്കിയേ. ഈ വാർത്ത വളരെ വിചിത്രമാണ്. അതായത് ഇവിടെ പറയുന്നത് ISL മത്സരത്തിന് അതിൽ കഫ്യ ധരിച്ചു, അതായത് ഈ അറബികളുടെ വേഷം ധരിച്ചിട്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. വീട്ടിലുണ്ട് പോലീസുകാര്, തീവ്രവാദ വകുപ്പുണ്ട് വന്നിക്കണ അന്വേഷണത്തിന്. ഷെടാ ഒന്ന് ചിന്തിച്ചു നോക്കണം. കഫ്യ എടുത്തു, ഈ അറബികളുടെ ഡ്രസ്സ് ധരിച്ചു എന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് അന്വേഷണ ഏജൻസികൾ വരാണ്, കേന്ദ്രത്തിൽ നിന്ന് തീവ്രവാദ ഡിപ്പാർട്ട്മെന്റ് വരാണ് അന്വേഷിക്കാൻ. അത് മുസ്ലിം പേരായത് കാരണം. എങ്ങനെയുണ്ട്? അപ്പൊ അങ്ങനത്തെ ഒരു നിയമം, ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് കാരണം കിട്ടാൻ വേണ്ടി നടക്കണം മുസ്ലിങ്ങളെ ജയിലിടാന്. അതാണ് ഇവിടെ നിങ്ങൾ ഈ കണ്ടത്. അതേസമയം സംഘികൾ വലിയ വലിയ ബോംബുണ്ടാക്കിയിട്ട് പോലീസുകാരുടെ നേരേക്ക് എറിഞ്ഞാൽ പോലും ഒരു കേസും ഉണ്ടാവില്ല. അതാണ് മനോഹരമായ ഇപ്പോഴത്തെ നിയമം നടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, മൊത്തം ഇന്ത്യയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. എന്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു സംഭവം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഈ പോസ്റ്റ് പറയുന്നുണ്ട് ഇവിടെ. എന്താ പറയുന്നത്? ADGP അജിത് കുമാറിന്റെയും പിണറായിയുടെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ സ്ത്രീയെ നിങ്ങൾക്ക് അറിയുമോ? ആ ഫോട്ടോയിൽ ഒരു സ്ത്രീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഒരുപാട് പോലീസുകാർ, ഒന്നും രണ്ടും അല്ല. അപ്പൊ ഇതിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏതെങ്കിലും കേസിലെ പ്രതിയോ പോലീസ് അന്വേഷിക്കുന്ന ആളോ ഒന്നുമല്ല. ഒരു പെറ്റി കേസ് പോലും ഈ സ്ത്രീക്കെതിരില്ല. പിന്നെ എന്തിനാണ് ഈ സ്ത്രീനെ എങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കും. അതിന്റെ കാരണമാണ് താഴെ പറയുന്നത്. അത് കേട്ടാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോവും. ഒരു പെറ്റി കേസ് പോലും നിലവിലില്ലായിരുന്നു. കൊടിഞ്ഞി ഫൈസലിന്റെ ഘാതകനും RSS ഭീകരവാദിയുമായിരുന്ന വിപിൻ എന്ന തീവ്രവാദി ചത്ത് മലച്ചപ്പോൾ ആ വധത്തിന് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ് ഭർത്താവായ അബ്ദുൽ ലത്തീഫിനെ തിരക്കി വീട്ടിൽ വന്ന പിണറായിയുടെ പോലീസ് ലത്തീഫിനെ കിട്ടാത്തത് കൊണ്ട് ലത്തീഫിന്റെ ഭാര്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ ഭാര്യയാണിത്. എവിടത്തെ കാട്ടു നീതിയാണിത്? ഒരാളിനെ കിട്ടിയിട്ടില്ലെങ്കിൽ അയാളുടെ ഭാര്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഒരാളൊരു കുറ്റം ചെയ്താൽ അയാൾ മാത്രമാണ് അതിന്റെ ഉത്തരവാദി, അല്ലാതെ വീട്ടുകാരല്ലല്ലോ. എത്രയോ പോപ്പുലർ ഫ്രണ്ടുകാരനെ RSSകാർ കൊന്നിട്ടുണ്ട്, ഒളിവിൽ പോയിട്ടുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും ഒരു RSSകാരന്റെ ഭാര്യനെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ വീട്ടിലത്തെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഇത് മുസ്ലിം ആയത് കാരണം പ്രത്യേകിച്ച് നിയമം ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല, ഇവർക്ക് ന്യായത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞാണ് ഭാര്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് ഈ കാട്ടുജാതികൾ പോലും ചെയ്യില്ല. അങ്ങനത്തെ സംഗതിയാണ് ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് അന്ന് ചെയ്തത്. അപ്പൊ അന്ന് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ അതിമാരകമായ ഇരട്ടത്താപ്പ്. എന്നിട്ട് ഈ പോസ്റ്റ് തുടർന്ന് പറയാണ്, ലത്തീഫിനെ കിട്ടാതായപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗമാണിത്. എന്തിനു വേണ്ടി നിരപരാധിയായ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു, കൊണ്ടുപോകാൻ മാത്രമല്ല ജയിലിൽ അടക്കുകയും ചെയ്തു എന്ന് പ്രബുദ്ധരായ കേരളത്തിലെ ആരും അന്ന് ചോദിച്ചില്ല. ഭർത്താവിനെ കിട്ടിയില്ലെങ്കിൽ ഭാര്യയെ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന നീതിയുക്തമായ ഒരു വിമർശനവും ഉണ്ടായതുമില്ല. പിണറായിയുടെ പോലീസിന്റെ തിട്ടൂരത്തിൽ തെല്ലും ഭയപ്പെടാതെ ശിരസുയർത്തിക്കൊണ്ട് തന്നെയാണ് ഷാഹിദ എന്ന് പറഞ്ഞ സ്ത്രീ അന്ന് അറസ്റ്റ് വരിച്ചത്. ഇന്ന് CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വരുമ്പോൾ രക്തസമ്മർദ്ദം ബാധിക്കുന്ന പോലീസാണ് അന്ന് വളരെ അഭിമാനത്തോടു കൂടി ഈ മനുഷ്യത്വരഹിതമായ പരിപാടി ചെയ്തത് എന്നൊക്കെയാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. അത് സത്യം തന്നെയല്ലേ? കാരണം ഒരിക്കലും ലോകത്ത് നമ്മൾ എവിടെയും തന്നെ കണ്ടിട്ടില്ല
പോലീസുകാര്, അതായത് സർക്കാരിന്റെ ഭാഗത്ത് വരുന്ന ആരും തന്നെ ഇങ്ങനെ ചെയ്യാറില്ല. വല്ല ചമ്പൽ കൊള്ളക്കാരും ചെയ്യുമായിരിക്കാം, പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് വരുന്ന ആരും തന്നെ ചെയ്യാറില്ല. പക്ഷെ അത് പ്രബുദ്ധമായ കേരളത്തിൽ സംഭവിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇരട്ട നീതി, ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഗതി. ഇത് നിരുപാധികം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP-ക്കാരെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമില്ല. പിണറായി വിജയന്റെ സർക്കാർ മാരകമായ രീതിയിലാണ് മുസ്ലിങ്ങളെ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇതുപോലെ അവഹേളിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. ഈ പട്ടി കടിച്ച് നടന്നിരുന്ന സമയത്ത്, പട്ടി എല്ലാവരും കടിച്ചിരുന്നല്ലോ, ആ സമയത്ത് ഒരു മുസ്ലിം നാമധാരി ഒരു കളിത്തോക്ക് തോളിൽ വെച്ചിട്ട് പ്രതീകാത്മകമായിട്ട് കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാന്ന് പറയുന്നത് നടന്നുപോയി. അത്രേ ചെയ്തിട്ടുള്ളൂ. ആ കളിത്തോക്ക് തോളിൽ വെച്ചു, തോക്ക് തോളിൽ വെച്ചു, ബസ്. പോലീസ് സ്വമേധയാ കേസെടുത്തു. എങ്ങനെയുണ്ട്? അതേസമയം സംഘികൾ എന്തൊക്കെ ചെയ്തു കൂട്ടണം ഇവിടെ. എത്ര ആൾക്കാരെ കൊല്ലുന്നു, കഴുത്തറുത്തെടുക്കുന്നു, ബോംബുണ്ടാക്കുന്നു, ചെറിയ ചെറിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. എല്ലാവരും മാനസിക രോഗികൾ, ഒരു കേസും ഇല്ല. ഒളിപ്പിച്ചു വെക്കുന്നത് പോലും പോലീസുകാർ. ഇന്നലെ ATS ഒരു ഓഫീസർ വിളിച്ചിരുന്നു. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞത് പുള്ളിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത്തിരി തിരക്കുണ്ട്, ഹോസ്പിറ്റലും ഒരു സ്ഥലത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ ഫ്രീ ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഉച്ച ആയപ്പോൾ 2 ATS വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ എത്തുന്നതിൻ്റെ മുന്നേ ATS വീട്ടിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ ATS ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ പറഞ്ഞാൽ, ആദ്യം ചോദിച്ചത് ഞാൻ റിലീജിയസ് ആണോ എന്നുള്ള ഈ സംഘപരിവാർ ആളുകൾ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ATS ആദ്യം ചോദിച്ചത്. ഞാൻ റിലീജിയസ് ആണോ? പിന്നെ ചോദിച്ചത് ഞാൻ വായിക്കുന്ന ബുക്സ് ഏതാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട താല്പര്യ ടോപ്പിക്സ് ഏതാണ്, വീട്ടിൽ ആരെങ്കിലും വരാറുണ്ടോ, എവിടെയാണ് പോകുന്നത്, ഞാൻ വീട്ടിൽ പൊളിറ്റിക്സ് സംസാരിക്കാറുണ്ടോ. പിന്നെ പറഞ്ഞത് ഈ പാലസ്തീന് വേണ്ടി അങ്ങനെ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പം മൊത്തത്തിൽ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലും അതേസമയം വീട്ടുകാരൊന്ന് ഭയപ്പെടുത്താന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്നലെ ATS വന്നത്. അവർ പോയതിന് ശേഷം എന്നെ വിളിക്കുകയുണ്ടായി, പിന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അവരെന്നെ പിന്നീട് പറഞ്ഞു പിന്നെ നമുക്ക് വേറൊരു ദിവസം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് പാലസ്തീൻ ഒരു കളക്റ്റീവ് ഉണ്ട്. അപ്പോൾ ആ കളക്റ്റീവ് കഴിഞ്ഞ കൊല്ലം കറക്റ്റ് November 12 തൊട്ട് എറണാകുളത്തും ബാക്കി ജില്ലകളിലെല്ലാം നടത്തി വരുന്ന പാലസ്തീൻ അനുകൂല സമരങ്ങളുടെ പ്രതിഷേധത്തിന് അടിച്ചമർത്താനുള്ള ഉദ്ദേശത്തോടെയാണ് കേരള സർക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമല്ല, വേറെ അംഗങ്ങളുടെ നാട്ടിലും ജോലി സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാം വരുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ATSന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പം മലയാള മനോരമേൻ്റെ ഹോർത്തസ് എന്നുള്ള പരിപാടിയിൽ നമ്മൾ കൊക്കക്കോള ഫ്രീ ആയിട്ട് ആ സ്ഥലത്ത് വിതരണം ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ എതിരെ നമ്മളൊരു പ്രതിഷേധം നടത്തിയിരുന്നു. അന്ന് അതിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ പോലീസ് നല്ല രീതിയിൽ വരട്ടെയും സ്റ്റേഷനിൽ കോഴിക്കോട് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെല്ലാം വിളിച്ചു വരുത്തുകയും നല്ല രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയാണ്. അതുകൂടാണ്ട് ISL കളിക്ക് നമ്മൾ വേറെ മാച്ച് കാണാൻ വേണ്ടി മാത്രം പോയപ്പോൾ കെഫിയെ ധരിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു 4 പേരെ 5 മണിക്കൂറോളം കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അപ്പോൾ ഈ നവംബർ മാസം തൊട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്രഷൻ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 5ഓളം ആളുകളെ ഈ മാസം മാത്രം നേരിട്ടിട്ടുണ്ട്. അതിന് മുന്നേ എല്ലാ ആളുകളൊക്കെ ഫോൺ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കേസൊന്നും എടുത്തിട്ടില്ല, നമ്മൾ പ്രിവെൻറ്റീവ് കസ്റ്റഡിയിൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ ചില ന്യൂസ് ചാനലുകളെല്ലാം പറഞ്ഞത് നമ്മളിതിൽ കേസ് എടുത്തൊന്നും ഞങ്ങളെ പാലസ്തീൻ കൊടി കൊണ്ട് ആണ് നമ്മളെ പിടിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാൽ ഞങ്ങൾ കളി കാണാൻ വേണ്ടി മാത്രം പോവുകയും ടിക്കറ്റും ഉൾപ്പെടെ കയ്യിലുണ്ടായിരുന്നു. ജസ്റ്റ് ക്യൂവിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ പിടിച്ചുകൊണ്ട് ചെയ്തത്. കാരണം അവർക്കൊരു വ്യക്തമായിട്ടൊരു കാരണമില്ല. അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് കെഫിയ ധരിച്ചുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടുമ്പോൾ സംശയപരമായിട്ട് തോന്നും, അതുകൊണ്ടാണ് കൊണ്ടുപോയെന്നാണ് പാലാരിവട്ടം സ്റ്റേഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 5 മണിക്കൂറോളം നിർത്തി മാറിയും ചോദ്യം ചെയ്ത്. ആ ചോദ്യം ചെയ്തതിൽ ഞങ്ങളടുത്ത് ചോദിച്ച് നിങ്ങൾ മദ്രസയിൽ പോയിട്ടുണ്ടോ, എത്രത്തോളം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, പല ജില്ലയിലുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ കളി കാണാൻ എറണാകുളംകാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ISL നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ജില്ലയിലുള്ള ആളുകളാണ് ഞങ്ങൾ 4 പേരും പല ജില്ലയിലുള്ള ആളുകളല്ല. ഒരാൾ മലപ്പുറത്ത് താമസിക്കുന്ന എന്നാൽ തന്നെ എറണാകുളം ജോലി എടുക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് പാലാരിവട്ടം സ്റ്റേഷനിൽ ചോദിച്ചത്. ATS ഇപ്പോൾ കേരള ATS ഈ വർഷം തന്നെ വന്നൊരു വാർത്തയാണ്, ATS ഇസ്രായേലിൽ നിന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതായത് 1,20,00,000 രൂപ സർക്കാർ മുടക്കിയിട്ട് മേടിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തായിരുന്നു ATS ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരള സർക്കാർ പറയുന്നുണ്ട് പാലസ്തീനോടൊപ്പമാണെന്നുള്ള അനുകൂല നിലപാടെന്നാണ് പറയുന്നത്. എന്നാൽ തന്നെ എൻ്റെ വീട്ടിൽ ATSനെ അയക്കുമ്പോൾ എന്ത് സന്ദേശമാണ് അതിലൂടെ കേരള സർക്കാർ അയക്കുന്നത്? ഫലസ്തീൻ അനുകൂല പരിപാടികൾ, തീവ്രവാദ പരിപാടികൾ എന്ന അർത്ഥമാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ കേരള സർക്കാരിന് ഈ പൊള്ളത്തരം അല്ലെങ്കിൽ അവരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് അവർ വ്യക്തമാക്കണം.
അപ്പോൾ ഈ ഒരു ഇരട്ട നീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.